മാനേജ്മെൻറ്റും മറ്റുള്ള ഡോക്ടറെ പേരിലും നടപടിയെടുക്കണം തന്നെയാണ് നമ്മൾ വലുത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിസ്സാരമായിട്ടുള്ള ഒരു പ്രശ്നത്തിന് അത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ആശുപത്രി ചെയ്ത ഒരു കാര്യമാണെന്നാണോ കരുതുന്നത്? അതന്നെ സാമ്പത്തികം മാത്രം അവർ നോക്കിയത്, വേറെ ഒന്നുമല്ല നോക്കി. മുറിവില്ല ശരിക്ക്. കുട്ടിയെ ശേഷം കണ്ടു? ഇപ്പം കണ്ടു, മുറിവില്ല കുട്ടിക്ക്. മുറിവ് ഉണങ്ങി, ഫുള്ളായിട്ട് മുറിവ് ഉണങ്ങി. ഇങ്ങനത്തെ അവസ്ഥയാണ്. ഇതിനു വേണ്ടിയല്ലേ ഇവരിങ്ങനെ ചെയ്തതെന്നില്ല എന്ന് നമ്മൾക്കിപ്പം എല്ലാം പറയാനില്ല കാര്യങ്ങൾ. അതുകൊണ്ട് എന്തായാലും ഇതിനെതിരെ നടപടിയെടുക്കണം. ഇത് ഉണ്ടാവാൻ പാടില്ല. സത്യത്തിൽ ഇത് ആ കുട്ടിയെ അങ്ങനെ തന്നെ ഇവർ ചെയ്തു. പണത്തിന് വേണ്ടിയിട്ട് ചെയ്തു, വേറെ ഒന്നല്ല. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇവരിത് ചെയ്തത്. സത്യത്തിൽ ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന കുറ്റം എന്ന് പറയുന്നത്, ഈ ഡോക്ടർക്കെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റം എന്ന് പറയുന്നതും വളരെ നിസ്സാരമായിട്ടുള്ള, സ്വാഭാവികമായും എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഇത് മാത്രമാണ്. ഇത് അതിൽ കൊലപാതക കുറ്റം ഉൾപ്പെടെ ചുമത്തണമെന്നുള്ള ആവശ്യം നേരത്തെ കുടുംബം ഉന്നയിച്ചു. അതന്നെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അവരെല്ലാം ഇതിൽ ചേർക്കും, ഒന്നും പേടിക്കേണ്ട, ഞങ്ങളെ കുട്ടിക്ക് നീതി കിട്ടും തന്നെയാണ് അവരന്നേരം പറഞ്ഞത്. മറ്റ് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ പരാതി നൽകിയിട്ടുണ്ടെന്ന് അയച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം മെയിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. സർക്കാരും ഇതിനകത്ത് ഇടപെടണം. സർക്കാർ പരിപൂർണ്ണമായിട്ട് ഇടപെടണം. അതുതന്നെ നമ്മളെ ഒരു 1.5 വയസ്സുകാരൻ്റെ ജീവൻ നഷ്ടമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സർക്കാരും ഇതിനകത്ത് കൃത്യമായ രീതിയിലുള്ള ഒരു അന്വേഷണവും കാര്യങ്ങളും, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സമിതി അടക്കം നിയോഗിച്ചുകൊണ്ട് അന്വേഷണം വേണമെന്നുള്ള ആവശ്യമാണ്. അതന്നെ സർക്കാർ പരിപൂർണ്ണമായിട്ട് നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ഒരു നീതി കിട്ടിത്തരണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇനി എന്തെങ്കിലും? പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം നമ്മൾ അവിടത്തേക്ക് പോകുന്നുണ്ട്. അവിടുന്ന് ഒരു തീരുമാനമാക്കിയിട്ട് നമുക്ക് ഇവരെ അറസ്റ്റ് ചെയ്യണം. അതെല്ലാം തന്നെയാണ് നമ്മൾ മെയിനായിട്ടുള്ള പ്രശ്നം. അതായത് ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആശുപത്രിയിലേക്ക് പോകും, പയ്യന്നൂർ ആശുപത്രി ബേബി മെമ്മോറിയലിലേക്ക് പോകണമെന്നില്ലാന്ന് തീരുമാനം എടുത്തിട്ട് എല്ലാ ജനങ്ങളെല്ലാം ഉണ്ട്. ഒരാടുന്ന് തീരുമാനം എടുത്തിട്ട് പെരിയാറ്റിന്ന് നമ്മൾ അങ്ങോട്ട് നീങ്ങാനില്ലാന്ന് പരിപാടിയുള്ളത്.